ദൈവനാമത്തിൽ മഹത്വം ഉണ്ടാകട്ടെ. എൻ്റെ പേര് ജസ്റ്റിൻ എം ജോസഫ്. രാജസ്ഥാൻ ചുരു എന്ന് പറഞ്ഞ ഒരു സിറ്റിയിലാണ് ഞാൻ വർക്ക് ചെയ്യുന്നത്. ഞാൻ ജനിച്ചു വളർന്ന രാജസ്ഥാൻ ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എൻ്റെ പപ്പ മമ്മി 40 വർഷമായിട്ട് ഉദയ്പൂർ എന്ന് പറഞ്ഞ സ്ഥലത്ത് ദൈവവേല ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇന്ന് ഈ കാക്ക വന്ന വഴി എപ്പിസോഡിനകത്ത് നിങ്ങളെല്ലാവർക്കും സ്വാഗതം. എൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങൾ ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. ചിന്തിക്കാത്ത വരിയിൽ ദൈവം ഞങ്ങൾക്ക് വേണ്ടി കരുതിയിട്ടുണ്ട്. ആ ദൈവത്തിന് ഞാൻ മഹത്വം അർഹിക്കുന്നു. ആ ദൈവത്തിന് ഞാൻ മഹത്വം പറയുന്നു. ആ ദൈവത്തോട് ഞാൻ നന്ദി പറയുന്നു. എൻ്റെ കൊച്ചുകാലം ഞങ്ങൾ 3 സഹോദരന്മാരാണ്. ഏറ്റവും മൂത്ത് ഞാനാ. പപ്പ 40 വർഷം മുമ്പ് മാക്കടദേവ് എന്ന് പറഞ്ഞൊരു ഗ്രാമത്തിൽ 40 വർഷം മുമ്പേ മാക്കടദേവ് എന്ന് പറഞ്ഞ ആ ഗ്രാമത്തിൽ പോയി ദൈവവേല ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞങ്ങൾ കൊച്ചുനാളിൽ ഒത്തിരി കഷ്ടങ്ങൾ ഞങ്ങൾ അനുഭവിച്ചു. പപ്പായും മമ്മിയും കഞ്ഞോളം കുടിച്ച് ഞങ്ങൾക്ക് കഞ്ഞി തന്ന ദിവസങ്ങൾ ഞാൻ ഓർക്കുന്നുണ്ട്. പപ്പായും മമ്മിയുടെ കഷ്ടപ്പാട് കാരണം ഞാൻ ദൈവവേല ചെയ്യത്തില്ല, സുശേഷ വേല ചെയ്യത്തില്ലെന്ന് പറഞ്ഞ് വാശി പിടിച്ച ഒരു വ്യക്തിയാണ്. അങ്ങനെ എൻ്റെ പഠന സമയത്ത് എൻ്റെ മനസ്സിൽ ഓരോ കാര്യമുള്ളായിരുന്നു. ഞാൻ ജോലി ചെയ്ത് ദേവദാസന്മാരുടെ മക്കളെ സഹായിക്കണം. അതുകൊണ്ടായിരുന്നു എൻ്റെ ഉദ്ദേശം. അതിനുവേണ്ടി ഞാൻ പഠിക്കാൻ വേണ്ടി ആഗ്രഹിച്ചു. പക്ഷെ പഠിക്കാൻ പൈസ ഇല്ലായിരുന്നു. എന്തോ പഠിക്കണമെന്ന് അറിയത്തില്ല. പക്ഷെ എൻ്റെ കൂട്ടുകാരന്മാരൊക്കെ അന്ന് കമ്പ്യൂട്ടർ എന്ന് പറഞ്ഞ സംഭവം 2004 ഇറങ്ങിയപ്പോൾ കമ്പ്യൂട്ടർ പഠിക്കണം എന്ന് പറഞ്ഞ് മനസ്സിൽ ആഗ്രഹമുണ്ട്. പക്ഷെ പൈസ ഇല്ല. അങ്ങനെ ഇരുന്നപ്പം ഒരു സാഹചര്യം നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ വന്നപ്പം ഒരു അങ്കിള് വീട്ടിൽ വന്നിട്ട് ഇങ്ങനെ ചോദിച്ചു. ഞാൻ അങ്കിളിനോട് പറഞ്ഞില്ല. പക്ഷെ ആ അങ്കിള് ഇങ്ങനെ ചോദിച്ചു, എന്തോ ചെയ്യുക? ഞാൻ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പഠിക്കുക. ഞാൻ അങ്ങോട്ട് കയറി പറഞ്ഞു, എനിക്ക് കമ്പ്യൂട്ടർ പഠിക്കണമെന്ന്. എത്ര രൂപ വേണമെന്ന് പറഞ്ഞപ്പം 300 രൂപ അന്നത്തെ സമയത്ത് മാസമായിരുന്നു. അത് 6 മാസത്തെ കോഴ്സ് എന്ന് പറഞ്ഞ് ആ കോഴ്സ് ഞാൻ താല്പര്യപ്പെട്ട് അങ്കിളിനോട് പറഞ്ഞു. അങ്കിള് എന്നെ ആ കമ്പ്യൂട്ടർ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അഡ്മിഷൻ തരാൻ എല്ലാ മാസം 300 രൂപ അയച്ചു തരുമായിരുന്നു. അവിടെ ദൈവത്തിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ ഞാൻ 6 മാസമല്ല, അവിടെ 1 വർഷം മൊത്തം 6 മാസത്തെ കോഴ്സിൻ്റെ പകരം 1 വർഷത്തെ കോഴ്സ് ദൈവം എന്നെ പഠിപ്പിച്ചു. അതാ എൻ്റെ ജീവിതത്തിൽ ഒരു അത്ഭുതം നടന്നത്. അത് പ്രതീക്ഷിക്കാത്ത വരിയില്ല. എനിക്ക് ഈ കമ്പ്യൂട്ടറിനകത്ത് ഇൻട്രസ്റ്റ് ആവുന്ന കാരണം കമ്പ്യൂട്ടർ സെൻറ്റർ തുറക്കുന്നത് 8 മണിക്കായിരുന്നു. ഞാൻ രാവിലെ 7 മണിയാകുമ്പോൾ കമ്പ്യൂട്ടർ സെൻറ്റർ ഡോറിൽ പോയി നിൽക്കും. ഒരു ദിവസം ഞങ്ങളുടെ സാറ് 7 മണിക്ക് അവിടെ വന്നു. എല്ലാ പ്രാവശ്യം സാറ് 8 മണിക്കൊക്കെ ആകുമ്പോൾ വരുന്നത്. ഒരു ദിവസം 7 മണിക്ക് വന്നു. അന്നേരം ചോദിച്ചു, എന്താ അത്ര പെട്ടെന്ന്? അങ്ങനെ ചോദിച്ചിട്ട് സാറിൻ്റെ താക്കോല് തന്നിട്ട് സാറങ്ങ് പോയി. ഞാൻ കമ്പ്യൂട്ടർ സെൻറ്റർ തുറന്ന് അവിടുത്തെ കമ്പ്യൂട്ടറിൽ ക്ലീൻ ചെയ്ത് ഓൺ ചെയ്ത് വെച്ചു. സാറ് വന്നപ്പം ഞെട്ടിപ്പോയി. അങ്ങനെ ആ സാറ് എനിക്ക് അവിടുത്തെ ഒരു സ്റ്റാഫിൻ്റെ ആ ഒരു അതോറിറ്റി തന്ന് 6 മാസം ഞാൻ പൈസ കൊടുത്ത് പഠിച്ചു. പക്ഷെ 6 മാസം എക്സ്ട്രാ ഞാൻ അവിടെ ജോലി ചെയ്തു. അങ്ങനെ ആ DTP എന്ന് പറഞ്ഞൊരു വർക്ക് ദൈവം എന്നെ അവിടെ നിന്ന് പഠിപ്പിച്ചു അപ്രതീക്ഷിതമായിട്ട്. ഇത് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചു. പക്ഷെ ആ 6 മാസം എക്സ്ട്രാ കോഴ്സ് ദൈവത്തിൻ്റെ ഒരു അത്ഭുതമായിരുന്നു. ആ സാറിൻ്റെ ജീവിതത്തിൽ ദൈവം ഒരു അത്ഭുതം ചെയ്തു. ഈ കാക്കയുടെ കാര്യം പറഞ്ഞ പോലെ. അങ്ങനെ അത് ഒരു പക്ഷെ കാശല്ലായിരിക്കും. പക്ഷെ ആ 6 മാസത്തെ കോഴ്സിന് വേണ്ടി പൈസ ഞങ്ങളില്ലായിരുന്നു അന്നത്തെ സമയത്ത്. അങ്ങനെ ഈ ഒരു അനുഭവം ഉണ്ടായിരുന്നു. അതിന് മുമ്പേ ഞാൻ കൊച്ചുനാളിൽ ഒരു ടിഫിന് വേണ്ടി ഞാൻ വാശി പിടിച്ചായിരുന്നു. പപ്പായോടും മമ്മിയോടും ഒരു കടയിൽ പോയപ്പം ഒരു സ്കൂളിൻ്റെ ടിഫിൻ വേണമെന്ന് പറഞ്ഞ് ഞാൻ വാശി പിടിച്ചു. അന്നേരം പപ്പായും മമ്മി എന്നെ വഴക്ക് പറഞ്ഞു, അടിച്ചു. പിന്നെ പറഞ്ഞു പ്രാർത്ഥിക്കാൻ പറഞ്ഞു. അന്നേരം കൊച്ചുനാളിലാണ് 3ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയമാണ്. ആ സമയത്ത് അവരെന്നെ വഴക്ക് പറഞ്ഞു, അടിച്ചു. ഞാൻ വാശി കാണിച്ചുകൊണ്ട് അടിയും കിട്ടി. അങ്ങനെ അവർ പ്രാർത്ഥിക്കാൻ പറഞ്ഞു. ഞാൻ അവരുടെ വാക്ക് കേട്ട് പോയി പ്രാർത്ഥിച്ചു, ദൈവമേ എനിക്ക് ആ ടിഫിൻ വേണമെന്ന്.
അറ്റ്ലീസ്റ്റ് 1 വർഷം കഴിഞ്ഞപ്പം ഞങ്ങളുടെ സ്കൂളിൽ ടൂർണമെൻറ്റ് നടന്നു. ആ ടൂർണമെൻറ്റ് നടന്നപ്പം ഖോഖോയുടെ ഒരു ടൂർണമെൻറ്റ് നടന്നപ്പം, ടൂർണമെൻറ്റ് മീൻസ് കളി പ്രതിയോഗിത നടന്നപ്പം അതിനകത്ത് ഞങ്ങളുടെ ടീം ജയിച്ചപ്പം ഏറ്റവും കൂടുതൽ പോയിന്റ് കിട്ടിയ എനിക്കായതുകൊണ്ട് ആ ടിഫിൻ എനിക്ക് ആ ഗിഫ്റ്റിനകത്ത് കിട്ടി. അന്ന് പ്രാർത്ഥന മുഖാന്തരം ദൈവം നമ്മൾ ചോദിക്കുന്ന സംഭവം തരുമെന്ന് എനിക്ക് വിശ്വാസം വന്നു. അങ്ങനെ വർദ്ധിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ കമ്പ്യൂട്ടറിൻ്റെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. ഈ പ്രാർത്ഥന മുഖാന്തരം എനിക്ക് കിട്ടിയതാണ്. പണ്ട് തൊട്ടേ പ്രാർത്ഥിക്കുന്നൊരു സ്വഭാവം എൻ്റെ അച്ഛനെയും അമ്മയും എൻ്റെ ഉള്ളിൽ അതിട്ടായിരുന്നു. പിന്നെ അങ്ങനെ കഷ്ടപ്പാട് കാരണം ദൈവവേല ചെയ്യണ്ട, അങ്ങനെ വളർന്നുകൊണ്ട് വന്നപ്പം ഡിമാൻഡ്സ് കൂടി. പല ജീവിതത്തിൽ പല പ്രശ്നങ്ങൾ വന്നു. ഒരു സമയത്ത് ദൈവം ഇല്ലെന്ന് പോലും ഞാൻ പറഞ്ഞു. അങ്ങനെ ആ പ്രായം വളർച്ച സമയത്ത് നമ്മുടെ ജീവിതത്തിൽ പല നമ്മുടെ ഡിമാൻഡ്സ് കൂടും. നമ്മൾ ഒരു പക്ഷേ നമ്മുടെ ബുദ്ധി അനുസരിച്ച് ജീവിക്കും. അങ്ങനെ ഞാൻ വിട്ടുപോയി. മീഡിയക്കകത്ത് ജോലി ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് ഉദയ്പൂരിൽ നിന്ന് വേറൊരു സ്ഥലത്ത് എനിക്കൊരു ഓഫർ കിട്ടി. ഞാൻ ഉദയ്പൂരിൽ നിന്ന് വേറെ സ്ഥലത്ത് പോയി. അവിടെ വെച്ച് ജോലി ചെയ്തുകൊണ്ടിരിക്കുക. അന്നത്തെ സമയത്ത് 2009 കാലഘട്ടത്തിൽ എനിക്ക് നല്ല ശമ്പളം കിട്ടിക്കേണ്ട ഒരു സമയം. അന്നേരം ദൈവവിളി എനിക്കുണ്ടായി. ആ ദൈവവിളി ഒരു വലിയൊരു അത്ഭുതം. ഇന്ന് ഞാൻ ഈ പ്ലാറ്റ്ഫോമിൽ ആയിരിക്കാൻ കാരണം തന്നെ ആ ദൈവവിളിയാണ്. ദൈവം നമ്മളെ എങ്ങനെയാണ് കൊണ്ടുപോകുന്നത്, എങ്ങോട്ടാണ് കൊണ്ടുപോകുന്നതെന്ന് അതൊരു യഥാർത്ഥ സത്യമാണ്. അന്ന് പൈസ ചോദിച്ചു, ദൈവം എനിക്ക് പൈസ തന്നു, ശമ്പളം തന്നു, നല്ല ലാവിഷായിട്ട് ലൈഫ് ഞാൻ ജീവിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ മമ്മി ഐ തിങ്ക് 12 ക്ലാസ് പഠിച്ച മമ്മി എന്നോട് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ പോ, ദൈവവേല ചെയ്യും. ഞാൻ പറഞ്ഞില്ല, ദൈവവേല ചെയ്യത്തില്ല. കാരണം പപ്പായും മമ്മിയുടെ കഷ്ടപ്പാട്, അവർ അനുഭവിച്ച കഷ്ടപ്പാട് ഞാൻ അനുഭവിക്കത്തില്ലെന്ന് എൻ്റെ ഉള്ളൊരു വാശി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു, ഞാൻ പൈസ സമ്പാദിച്ച് ദേവദാസന്മാരെ മക്കളെ സഹായിക്കും. അങ്ങനെ അവിടുന്ന് പൈസ സമ്പാദിക്കാൻ വേണ്ടി പലയിടത്ത് ഞാൻ പോയി. റാഞ്ചിയിൽ ഞാനൊരു സ്റ്റുഡിയോ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പം ഒരു ക്രിസ്ത്യൻ സ്റ്റുഡിയോ ആയിരുന്നു, ക്രിസ്ത്യൻ ഓർഗനൈസേഷൻ സ്റ്റുഡിയോ ആയിരുന്നു. അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ അവർ പലയിടത്ത് തന്നെ ഈ റിപ്പോർട്ടിന് വേണ്ടി വിടുമായിരുന്നു. അങ്ങനെ അവിടുത്തെ ജനങ്ങൾ എന്നോട് അവിടുത്തെ പാസ്റ്റർ ചോദിക്കും, പരിചയപ്പെടുമ്പോൾ ഞാൻ പാസ്റ്റർ മോനായെന്ന് പറയുമ്പോൾ അവരെനിക്ക് പ്രസംഗത്തിന് സമയം തരും. തരുമ്പോൾ പ്രസംഗിക്കും, പ്രാർത്ഥിക്കും. പിന്നെ ജനങ്ങൾ ഫോൺ നമ്പർ മേടിച്ച് എന്നെ വിളിക്കാൻ തുടങ്ങി. അന്ന് ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം എൻ്റെ വിളി എന്തുവാ? എൻ്റെ വിളിയെക്കുറിച്ച് അന്ന് ഞാൻ ചിന്തിക്കാൻ തുടങ്ങി. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എൻ്റെ ഉദ്ദേശം പൈസ സമ്പാദിക്കാൻ മാത്രമായിരുന്നു. കാരണം കഷ്ടപ്പാട്, ദൈവം അത് തന്നു. പക്ഷെ ഇനി എൻ്റെ വിളിയെക്കുറിച്ച് ഞാൻ ഒരു ചോദ്യം എന്നെ തന്നെ ചോദിക്കാൻ തുടങ്ങി. പൈസ ഉണ്ട്, എല്ലാം ഉണ്ട്, പക്ഷെ സാറ്റിസ്ഫാക്ഷൻ ഇല്ല. എപ്പോഴും എൻ്റെ ജീവിതത്തിൽ ഒരു ചിന്ത ഇങ്ങനെ അലട്ടിക്കൊണ്ട്, നീ എന്തോ ചെയ്യുന്നേ. അങ്ങനെ ഇരുന്നപ്പം ഞാൻ പറഞ്ഞു, ഈ ബൈബിൾ കോളേജിൽ പോകണം, ദൈവവേല ചെയ്യണമെങ്കിൽ ബൈബിൾ കോളേജിൽ പോകണമെങ്കിൽ ആ സമയത്ത് ഞാൻ ഈ ജോലി ചെയ്യുന്ന പൈസ ഇച്ചിരി ഭാഗം വീട്ടിൽ അയച്ചു കൊടുക്കും. അത് വെച്ചായിരുന്നു അനിയൻ്റെ ഫീസ് കൊടുത്തുകൊണ്ടിരുന്ന സമയങ്ങൾ. പക്ഷേ ഈ ജോലി റിസൈൻ ചെയ്യണമെങ്കിൽ എനിക്ക് നല്ലൊരു എമൗണ്ട് കിട്ടിക്കൊണ്ടിരുന്നത് അത് നിൽക്കും. ബൈബിൾ കോളേജിന് വേണ്ടി ഫീസ് വേണം, പിന്നെ വീട്ടിൽ അനിയന് വേണ്ടി ഫീസ് കൊടുക്കാനും വേണം. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, ദൈവമേ, ഞാൻ ദൈവത്തിന് മുമ്പ് സൈൻ വെച്ചു, ദൈവമേ, നീ എനിക്ക് ഈ ഫീസും അനിയൻ്റെ കാര്യം ചെയ്തു തന്നാ ഞാൻ ജോലി റിസൈൻ ചെയ്യും, ദൈവവേലയ്ക്ക് വേണ്ടി ഞാൻ എൻ്റെ ജീവിതത്തിൽ ഫുൾ ടൈമായിട്ട് ഞാൻ സമർപ്പിക്കുമെന്ന് പറഞ്ഞ് ഞാൻ ദൈവത്തോട് പറഞ്ഞു. ഏകദേശം 1 മാസം വരെ ഞാൻ പ്രാർത്ഥിച്ചു. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പം അന്നത്തെ സമയത്ത് ഈ കമ്പ്യൂട്ടറിലായിരുന്നു, ഫേസ്ബുക്കും ഒക്കെ മൊബൈലിലല്ലായിരുന്നു. ഞാൻ കമ്പ്യൂട്ടർ ഇങ്ങനെ ഫേസ്ബുക്ക് ബ്രൗസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ എൻ്റെ മാവിയുടെ മോഡ് വർഷങ്ങൾ ഞാൻ കണ്ടിട്ടില്ല. ആദ്യമായിട്ട് ഞാൻ ഫേസ്ബുക്ക് വരിക കാണുന്ന ചേച്ചി എനിക്ക് ഫ്രണ്ട് റിക്വസ്റ്റ് ഇട്ടേ, കാരണം ഞാൻ ചേച്ചി അറിയത്തില്ല. അങ്ങനെ ആദ്യമായിട്ട് ചേച്ചി എന്നോട് ഇങ്ങനെ ഫ്രണ്ട് റിക്വസ്റ്റ് ഞാൻ അതിനകത്ത് ആഡ് ചെയ്തു, ചോദിച്ചു, അങ്ങനെ സംസാരിച്ചു. അന്നേരം ചോദിച്ചു, എന്തോ ചെയ്യുന്നത്? ഞാൻ മീഡിയ വർക്ക് ചെയ്യുന്നത്. അന്നേരം ചേച്ചി എന്നോട് പറഞ്ഞു, നല്ല ജോലിയാണല്ലോ, നല്ല പൈസ ആണല്ലോ. ഞാൻ പറഞ്ഞു, നല്ല ചേച്ചി, പൈസ ഒക്കെ ഉണ്ട്, പക്ഷെ എനിക്ക് ദൈവവേല ചെയ്യണം. എന്തോ പ്രശ്നം? പറഞ്ഞു, എനിക്ക് ബൈബിൾ കോളേജിൽ പോകണം, നല്ല പൈസയാവും, പിന്നെ അനിയൻ്റെ ഫീസ് കൊടുക്കണം. അന്നേരം ചേച്ചി എന്നോട് ചോദിച്ചു, ഞാൻ എന്തോ ചെയ്യണം? ഞാൻ പറഞ്ഞു, ആരെങ്കിലും ഒരു സ്പോൺസർ കിട്ടിയാൽ നല്ലതായിരിക്കും, അല്ലെങ്കിൽ
ഏതെങ്കിലും കോളേജിൽ റെക്കമെൻഡേഷൻ ചെയ്ത് എന്നെ സ്കോളർഷിപ്പിനകത്ത് ചെയ്യാൻ പറഞ്ഞു. ഞാൻ ദൈവത്തോട് ചോദിച്ചു 2 സൈന, ബൈബിൾ കോളേജിൻ്റെ ഫീസോ അല്ലെങ്കിൽ എൻ്റെ കാര്യം നടന്നിട്ട് അനിയൻ്റെ കാര്യം നടന്ന് ജോലി റിസൈൻ ചെയ്യുന്ന ഞാൻ ദൈവത്തിന് മുമ്പ് സൈൻ വെച്ചേ. ദൈവം അത്ഭുതമായിട്ട് ഈ കാക്ക വന്ന് വരി എന്ന് പറഞ്ഞ് ആ ഒരു കാക്ക എങ്ങനെ എൻ്റെ ജീവിതത്തിൽ വന്നേ, അത് എൻ്റെ ഈ അനുഭവത്തിൽ കൂടെ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റും. അതാ ചേച്ചി ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി, നമ്പറൊക്കെ ചോദിക്കാൻ വേണ്ടി അവിടുത്തെ ഒരു അങ്കിൾ, ഞങ്ങൾ മാത്യുക്കുട്ടി അങ്കിൾ എന്നാണ് പറയുന്ന പേര്, സിറ്റി വർഗീസ് ഓഫീഷ്യൽ പേര്. ആ അങ്കിളിനോട് ജസ്റ്റ് ഇങ്ങനെ സംസാരിച്ചപ്പോൾ ആ അങ്കിൾ ചേച്ചിയോട് ഇങ്ങനെ പറഞ്ഞു, ഞാൻ ഒരാളിനെ ബൈബിൾ കോളേജിൽ പഠിപ്പിക്കാൻ വേണ്ടി ഇങ്ങനെ ഞങ്ങൾ ഡിസൈഡ് ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ചേച്ചി പറഞ്ഞു, ആരെയും റെക്കമെൻഡേഷൻ വേണ്ട, ഒന്നും വേണ്ട, ഞാൻ ഫുൾ ഫീസ് തരാം, ഫുൾ ഫീസ് തന്ന് പഠിപ്പിക്കാമെന്ന് പറഞ്ഞ് ചേച്ചിയോട് ആ അങ്കിൾ പറഞ്ഞു. പിന്നെ നെക്സ്റ്റ് ഡേ ചേച്ചി എനിക്ക് വാട്സപ്പ് കോൾ ചെയ്തു, മെസ്സേജ് ചെയ്തു, കോൾ ചെയ്തപ്പം അന്ന് രാത്രിയായിരുന്നു. രാത്രി കിടന്നുകൊണ്ടിരുന്നപ്പോൾ ചേച്ചി എനിക്ക് കോൾ ചെയ്തേ. അന്ന് ഇൻ്റർനെറ്റ് വഴി കോളൊക്കെ ചെയ്യായിരുന്നു. ഇന്ന് ഫേസ്ബുക്ക് ഒക്കെ വഴി ചെയ്യാം. അന്ന് ഇൻ്റർനെറ്റ് വഴിയായിരുന്നു കോൾ ചെയ്യുന്നത്. രാത്രി 12 മണിയായപ്പോൾ ചേച്ചി എനിക്ക് കോൾ ചെയ്തു. ഞാൻ എഴുന്നേറ്റ് കോൾ പിക്ക് ചെയ്തു. പക്ഷേ എനിക്ക് വിശ്വാസം വന്നില്ല. ചേച്ചി ഉറക്കപ്പിച്ച് ഞാൻ ചേച്ചി വന്ന് എനിക്ക് ഫീസ് റെഡി ആയെന്നൊക്കെ പറഞ്ഞപ്പോൾ എനിക്ക് വിശ്വാസം വന്നില്ല. ഞാൻ രാവിലെ എഴുന്നേറ്റ് പിന്നെയും ഫേസ്ബുക്ക് വഴി ചേച്ചിയോട് ചോദിച്ചു. അന്ന് ചേച്ചി പറഞ്ഞു, നിന്റെ ഫീസ് റെഡിയായി, നീ കോളേജിൽ പോവാം. ഞാൻ ദൈവത്തിന് നന്ദി പറയുന്നു. അന്ന് ആ ഫുൾ ഫീസ്, കോളേജിൽ പഠിക്കാനുള്ള ഫുൾ ഫീസ് ദൈവം എനിക്ക് തന്നു. വലിയൊരു തുക, ആ തുക ദൈവം അന്ന് എനിക്ക് തന്നു. അതെൻ്റെ കഴിവുകൊണ്ടല്ല, ഞാൻ ജോലി ചെയ്തതിന് അത്ര വലിയ തുക കിട്ടത്തില്ല. പക്ഷെ ദൈവം ആ അങ്കിളുടെ ജീവിതത്തിൽ ദൈവം പ്രേരിപ്പിച്ച് ആ തുക എനിക്ക് കിട്ടി. ഞാൻ ഉടൻ എൻ്റെ മാനേജറോട് പറഞ്ഞു, ഞാൻ ജോലി റിസൈൻ ചെയ്യാൻ പോവാം. 2 മാസത്തിനകത്ത് ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ പോകും. രണ്ടാമത്തെ അനിയൻ്റെ ഫീസ്, അതിനുവേണ്ടി പ്രാർത്ഥിച്ചു. ആ ദിവസം തന്നെ ഒരു സ്റ്റഡി ലോണിന് വേണ്ടി പപ്പ അപ്ലൈ ചെയ്ത് ഇത് രണ്ടും കൂടെ ഒരുമിച്ചായിരുന്നു. അന്നേരം തന്നെ സ്റ്റഡി ലോണായി. ഇതല്ല, ഞാൻ ധൈര്യമായിട്ട് പോയി റിസൈൻ്റെ ലെറ്റർ കൊടുത്തു. അവിടുന്ന് ഞാൻ ജോലി റിസൈൻ ചെയ്ത് ബൈബിൾ കോളേജിൽ പോയി. അവിടെ 3 വർഷം ബൈബിൾ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന സമയത്താണ് എനിക്ക് പൈനർ വർക്കിന് വേണ്ടി ഒരു ബേർഡൻ എൻ്റെ ജീവിതത്തിൽ വന്നേ. ഞാൻ ബൈബിൾ കോളേജിൽ പഠിക്കാൻ എന്തോനാ പോകുന്നത് അറിയത്തില്ല. പാസ്റ്റർ ആണോന്ന് ഇത്ര അറിയാം. പക്ഷേ ബൈബിൾ കോളേജിൽ പോകുന്ന സമയത്ത് എൻ്റെ മനസ്സിൽ പല ആഗ്രഹങ്ങളുണ്ട്. ഒത്തിരി പേര് പറയുന്നത്, ഈ ബൈബിൾ കോളേജിൽ പഠിച്ചാൽ നിനക്ക് വലിയ വലിയ പോസ്റ്റ് കിട്ടും, വലിയ വലിയ ചർച്ച് കിട്ടും, ഒക്കെ ആയിരുന്നു എൻ്റെ ധാരണകൾ. ജനങ്ങൾ എന്നെ അങ്ങനെ പഠിപ്പിച്ചു വെച്ചേ. ഞാൻ ആ കോൺസെപ്റ്റിലാണ് ബൈബിൾ കോളേജിൽ പോയത്. ബൈബിൾ കോളേജിൽ പോയപ്പം അവിടെ 3 വർഷം സ്പിരിച്വൽ എംപസസ് ഡേ എന്ന് പറഞ്ഞ് ഒരു ഉപവാസ പ്രാർത്ഥന ഉണ്ട്. ആ 3 വർഷം കണ്ടിന്യൂ ദൈവാത്മാ എന്നോട് സംസാരിച്ചു, ഒന്നുമില്ലായ്മയിൽ തുടങ്ങണം. നിന്റെ ബുദ്ധിയും കൊണ്ടല്ല, ഉള്ള സാമ്രാജ്യമല്ല, ഇല്ലാത്തതിനകത്തും തുടങ്ങണമെന്നാണ് അന്നത്തെ വചനം ദൈവാത്മാവ് പറഞ്ഞ്. അന്നേരം ആ സമയത്ത് HMC വർക്കിന് വേണ്ടി സൂറത്ഗഡി ഞാൻ പോയിക്കൊണ്ടിരുന്നത്. അവിടെ വെച്ചാൽ എനിക്ക് ഈ പൈനർ വർക്കിൻ്റെ വേണ്ടി ഒരു താല്പര്യം വന്നേ. അന്നേരം ഇത്രയും പഠിത്തം, നല്ല ജോലി, ഇതൊക്കെ ചിന്തിച്ചിട്ട് ഞാൻ തന്നെ കൺഫ്യൂസ് ആയിപ്പോയി. എന്തോ ചെയ്യണം ദൈവമേ, ഇത് കഷ്ടപ്പാടാന്നല്ലോ, പപ്പായും മമ്മിയും അനുഭവിച്ച കഷ്ടപ്പാടിനകത്ത് ഞാൻ പിന്നെയും പോവാന്നല്ലോ എന്ന് പറഞ്ഞ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ആ ചിന്ത എൻ്റെ ഉള്ളിൽ വന്നു. പ്രാർത്ഥിച്ചു. പിന്നെ ദൈവാത്മാവ് എന്നെ ചുരു എന്ന് പറഞ്ഞ സ്ഥലം കാണിച്ചു തന്നു. ഒരു ദേവദാസൻ മുഖാന്തരം ഞങ്ങളോട് പോയി. അവിടെ പിന്നെ ഒരു ദേവദാസന്റെ കൂടെ ഞങ്ങളവിടെ പോയി. അവിടെ ഞങ്ങൾ വീട് നോക്കി, കല്യാണമൊക്കെ കഴിഞ്ഞു. അവിടെ വന്ന് 2 വർഷം അവിടെ ചെന്നപ്പം പിന്നെയും കഷ്ടപ്പാട് തുടങ്ങി. ഞങ്ങളുടെ ജീവിതത്തിൽ പൈനർ വർക്ക് ആയതുകൊണ്ട് വാടക വീട് താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ ഞങ്ങൾക്ക് സഹായിക്കാൻ ആരുമില്ല. പിന്നെ ഇങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ട് ഇരുന്നോണ്ട് സമയം എപ്പോഴും പ്രാർത്ഥിച്ചു. ദൈവം അന്നന്നതൊക്കെ ദിവസവും വേണ്ടി എല്ലാം ദൈവം തരും. ഒരു ഇൻസിഡൻറ്റ് എൻ്റെ ജീവിതത്തിൽ 2016 ആ കാലഘട്ടത്തിൽ ഉണ്ടായി. ഞാൻ പറഞ്ഞ പോലെ പൈനർ വർക്ക് ചെയ്യുക, വാടക വീടാ. എല്ലാ മാസം 2-ാം തീയതി 1-ാം തീയതി ആകുമ്പോൾ വാടക കൊടുക്കും. അതെന്ത് നിർബന്ധമാണ്. ഒന്നും കഴിച്ചില്ലെങ്കിലും വാടക കൊടുക്കും. അങ്ങനെ ഒരു സാഹചര്യം എൻ്റെ ജീവിതത്തിൽ വന്നു. ഒരു ദിവസം എൻ്റെ വാടകയുടെ പൈസ ഉണ്ട്, പക്ഷെ വീട്ടിൽ
ഗ്യാസ് ഉണ്ട്, പക്ഷേ അരിയില്ല, ആട്ടയില്ല, പച്ചക്കറികളില്ല. ഗ്യാസ് ഉണ്ട്, എല്ലാ മസാല ഐറ്റം ഉണ്ട്, പക്ഷെ അരി, ആട്ട, പച്ചക്കറികൾ അങ്ങനത്തെ ഉള്ളൊരു സംഭവമില്ല. 5000 രൂപ എൻ്റെ കയ്യിൽ ഇരിപ്പുണ്ട്, അത് വാടക കൊടുക്കണം. അന്നേരം ഞാൻ വൈഫിനോട് ചോദിച്ചു, എന്തോ ചെയ്യാനാ, വാടക കൊടുക്കണോ അതോ സാധനം മേടിക്കണോ? അന്നേരം വൈഫ് പറഞ്ഞു, വാടക കൊടുക്ക്, ഒരു ദിവസം നമ്മൾ പട്ടിണി കിടന്നാലും കുഴപ്പമില്ല, നാളെ ദൈവം നമുക്ക് തരും. അപ്പോൾ ഞങ്ങൾ പ്രാർത്ഥിച്ചു വാടക കൊടുക്കാൻ. ഞാൻ പോയി തിരിച്ചു വന്നപ്പോഴത്തേക്ക് ഒരു വിശ്വാസി, പുതിയ വിശ്വാസി സുമൺ എന്ന് പറഞ്ഞ ഒരു പെങ്കൊച്ച, അവര് ഒരു 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 കിറ്റിനകത്ത് ആട്ട, അരി, പിന്നെ റൊട്ടി ഉണ്ടാക്കിയ ഇറച്ചി, പച്ചക്കറി അതെല്ലാം ആയിട്ട് വീട്ടിൽ വന്നു. ഞങ്ങൾ രണ്ടുപേരും ഇങ്ങനെ തമ്മി നോക്കി ഞെട്ടിപ്പോയി. ആ ദിവസം ഞങ്ങൾ ഐ തിങ്ക് എത്ര ദിവസം പട്ടിണി കിടക്കും ഞങ്ങൾക്ക് അറിയത്തില്ല. പക്ഷെ ഞങ്ങൾ ഇന്ന് ഞങ്ങൾ പട്ടിണിയായിട്ട് കിടക്കും. പക്ഷെ ആ സമയം അവർ ഞങ്ങൾക്ക് വേണ്ടി അതിനകത്ത് സ്വതന്ത്രവേഷം ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ ഓരോ നിലവാരത്തെ ഇങ്ങനെ ഞങ്ങൾക്ക് ഓരോരോ സമയം ദൈവത്തോട് ചോദിച്ച് ദൈവം ഞങ്ങൾക്ക് വേണ്ടി നൽകി തന്നു. ഇതെൻ്റെ ഒരു അനുഭവമാണ്. അപ്പം എൻ്റെ ജീവിതത്തിൽ കൂടെ ഞാൻ വിശ്വസിക്കുന്നു നിങ്ങളും പല കഷ്ടങ്ങൾ അനുഭവിച്ചു പോയായിരിക്കും. പക്ഷെ ദൈവം വിശ്വസ്തൻ. ദൈവം യഹോവ ഈരെ. ഏലിയാവിനെ കാക്ക മുഖാന്തരം പോറ്റിയ ദൈവം അടിയൻ്റെ ജീവിതത്തിൽ പല അനുഭവങ്ങളുണ്ട്. അങ്ങനെ ഓരോ ദിവസം ദൈവം ആരോടും ചോദിക്കാതെ തന്നെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യുന്ന ദൈവം. അത് നിങ്ങൾക്കും എന്നെ കേൾക്കുന്ന എല്ലാവർക്കും വേണ്ടി ആ ദൈവം വിശ്വസ്തന. എൻ്റെ ഈ അനുഭവത്തിൽ ദൈവം നിങ്ങളെല്ലാവരെയും ബലപ്പെടുത്തട്ടെ. ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു.